ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് സ്നാക്കായിട്ട് മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നൊക്കെ നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ബട്ടർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സോൾട്ടഡ് ആണെങ്കിൽ സോൾട്ടഡ്, അൺസോൾട്ടഡ് ആണ് അൺസോൾട്ടഡ്, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനകത്തേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബട്ടറൊക്കെ സോഫ്റ്റായി നല്ലതുപോലെ മിക്സായി വരണം. നമുക്ക് അതിന് ശേഷം ഒരു ബ്രെഡ് എടുക്കാം. ബ്രെഡിലേക്ക് നമ്മൾ ഈ മിക്സ് തേച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമ്മുടെ ചോളാണ് കേട്ടോ, കോൺ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ, അത് തന്നെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്കൊരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് വേറെ ബ്രെഡ് കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്ത് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി ആ ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം നമുക്ക്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഓവനിൽ വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ചെയ്യാം. ഓവനിൽ ഇതേപോലെ 2 മിനിറ്റ് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ആ വശം കൂടെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടത്. ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.